നമ്മൾ വന്നാരും ആരെങ്കിലും അറിയിക്കണ്ടേ? അതൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലേ പുലിനെ പിടിക്കാണ്ടോന്ന്. ഏതൊരു നാട്ടുമ്പുറത്തിന്റെയും വാർത്താവിനിമയ കേന്ദ്രമായിരിക്കും അവിടുത്തെ ചായക്കട. നമ്മൾ അവിടെ ചെന്ന് ഓരോ ചായ കുടിക്കുന്നു. അപ്പോ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആരാ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ മെമ്പർ സഹദേവനെ ഒന്ന് കാണാമെന്നോ? മെമ്പറെ കാണാൻ വന്നാണാ? എന്താ കാര്യം? ഞങ്ങൾ ഈ വേട്ടക്കാരാ. പടച്ചോനെ, വേട്ടക്കാരോ? സത്യമായിട്ട് ഞങ്ങൾ വേട്ടക്കാരാ അല്ലേ? ആണ്. അതെ, പടക്കൊക്കെ പൊട്ടുണ്ടല്ലോ. വേട്ടക്കാരെന്ന് പറഞ്ഞത് വെടിക്കെട്ടുകാരെന്നാണോ കേട്ടത്? ജീപ്പിന്റെ ഒച്ച പോലീസുകാരായിരിക്കും. നിങ്ങളെ ഒന്ന് മറികെ പള്ളിയിലച്ച മെമ്പറെ കണ്ടില്ലേ? നിങ്ങള് ചങ്ങയോടെ ഒന്ന് ചോദിച്ചപ്പോ 3 വന്ന്. കൊള്ളാം മെമ്പറെ, മിടുക്കന്മാരാ, നല്ല ലക്ഷണമൊത്ത വേട്ടക്കാരി തന്നെയാ. നിങ്ങള് ഈസോപ്പച്ചന്റെ നാട്ടുകാരിയല്ലോ? അതെ. എന്നതാണെങ്കിലും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി തമ്പുരാൻ കറക്റ്റായിട്ട് ഇവിടെ മുന്നിൽ കൊണ്ട് പുലിയെ എത്തിച്ചാ മതി. പേടിക്കണ്ട, ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് പുലിയും വരും. തമ്പുരാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഒന്ന് നിർത്തി തരും. അതൊന്നും വേണ്ട. അതെന്നാ അത് ഈ പുലിയെ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കുന്നതാണ് ഞങ്ങളൊരു രീതി. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ പുലിമടയിലേക്ക് എത്തിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നതാണെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം. നിങ്ങള് വാർണിയുടെ ആരാന്നാ പറഞ്ഞേ? അത് പിന്നെ ഈ ശിഷ്യന്മാരാ. മൂപ്പരിപ്പ അങ്ങനെ ലോക്കൽ പരിപാടിക്കൊന്നും പോവില്ല. ഫുൾ ഇന്റർനാഷണൽ കളിയാ. കേരളത്തിൽ ഞങ്ങൾ അപ്പൊ ലീഡ് ചെയ്യുന്നത്. കണ്ടിട്ടൊരു പന്തികേടുണ്ടല്ലോ. എനിക്കും തോന്നി ഒരു വശപ്പശക്, മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ടോന്നൊരു സംശയം. അതുണ്ടാവില്ലോ. ഈ പുലിനെ കളത്തരത്ത് കൂടിയാണല്ലോ പിടിക്കണേ. അപ്പൊ അതിന്റെ ഒരു കള്ളലക്ഷണം ഞങ്ങൾക്കും വരും അല്ലേ? അത് പോട്ടെ, ഇതിനു മുമ്പ് നിങ്ങൾ പുലിയെ പിടിച്ചിട്ടുണ്ടാ? ഇല്ല. കേട്ടല്ലോ, ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ലാന്ന്. ഹലോ അതെ, ഇവൻ പറഞ്ഞ നേരാ. ഞങ്ങൾ ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പുലിയെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. പിന്നെ അതിനെ കൊന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. അതാ ആക്ച്വലി പുലി കുറവാട്ടോ. സിംഹവും കടുവയൊക്കെ കൂടുതൽ. എന്താണെന്നറിയില്ല, പുലി ബോസിനെ കണ്ട അപ്പോടും. അതെന്താ? പുലി പുള്ളിയുടെ കാശ് വല്ലതും കടം മേടിച്ചിട്ടില്ല, ഓടിക്കളയാൻ. ചേട്ടൻ എന്താണ് പേടിച്ചിട്ടോ? പേടിച്ചിട്ട് അതിന് കുന്നംകുളത്ത് എവിടെ കാട്? കാട്, ചാവക്കാട്, കുന്നംകുളത്തിന് തൊട്ടടുത്താണ്. ഭയങ്കര കാടാ. അപ്പൊ തോക്കോ? തോക്കില്ല. തോക്കില്ലേ? ഇതുവരെ ഞങ്ങൾ തോറ്റ ചരിത്രമില്ല. ആ തോക്കല്ല, ഈ തോക്ക്. അതുമില്ല. അതുമില്ലേ? എന്നാ തോക്കുണ്ട്. തോക്കിന്റെ കാര്യം നാവെടുത്തില്ല. മെമ്പറിന് നമ്മൾ തോക്കുമായിട്ടെത്തി. എനിക്കിഷ്ടായി. കയ്യിൽ തോക്കുണ്ട്, സൂക്ഷിക്കുക. തോക്കെടുക്കാൻ പോയിട്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു? തട്ടുമ്പുറത്ത് എടുത്തുടച്ച് വൃത്തിയാക്കണ്ടേ? എന്റെ മോള പേര് രേവതി. ആണോ? എന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക എംബ്രോയിഡറിക്കാ. വേട്ടക്കാരാ. ആ, എന്താ ചേട്ടന്റെ പേര്? പീലിന്ന് വിളിക്കും. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഷാജിന്ന് വിളിക്കും. ഞാൻ അച്ചു. അച്ചു തന്നെ വിളിച്ചാൽ മതി. ഓ, അത് ഞാൻ പോവാ. ജീപ്പ് വന്നു. ഇല്ലേ? ശരി. അച്ചു, രേവതി. എന്നാ പിന്നെ ഈ വേട്ടക്കാരുടെ താമസവും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാ. ഐശ്വര്യമായിട്ട് പിടിച്ചാൽ മോളി താമസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. സന്തോഷമല്ലേ ഉള്ളൂ. മോളിലെങ്കിൽ മോളില്. ഇത് ഭയങ്കര മുകളിലാണല്ലോ. ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? പിന്നെ ഗംഭീരായിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെ ഉണ്ട്? ഇതേന്ന് താഴെ വീണതാ. അപ്പൊ തന്നെ മുകളിലേക്ക് പോയി. സുഖമരണം. ഓരോ ഭാഗ്യങ്ങൾ. സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ ഏട്ടായി? സൗകര്യം കുറച്ച് കുറവാണെങ്കിലും കാടിനുള്ളിലായതുകൊണ്ട് പുലിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പുലി നിങ്ങളെ രക്ഷിക്കൊണ്ടെത്തിക്കോളാം. ഞാൻ പ്രാർത്ഥിക്കുമല്ലോ. പോയാ ഈ ആടിനെ മരത്തിൽ കൊണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ആടിനെ നോക്കണോ? അല്ല, ഇത് വളർത്താനല്ല, പുലിയെ ആകർഷിക്കാനാണ്. ആടിന്റെ ഒച്ച കേട്ടാ പുലി കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. അതെ അതെ അതെ, ഇത്തിരി അപ്പുറം മാറി വരുന്നോണ്ട് ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അത് അവിടെ കൊണ്ടുപോയി കെട്ട്. അതെ, ഇവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ ഹാപ്പിയാണല്ലോ. ഓ,
കൂടുതൽ സൗകര്യങ്ങൾ തന്ന് ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. അപ്പോ നിങ്ങൾ വിശ്രമിക്കും. യാത്രയെ കഴിഞ്ഞ് വന്നത് മെമ്പറെ നമുക്ക് പോയാലോ? അതാണ് എന്റെ സ്ഥിതി. അപ്പൊ ഓക്കെ. എന്തായാലും എന്റെ പ്രാർത്ഥന ശക്തമാക്കണം. പിന്നെ പുലിയുടെ പേരും പറഞ്ഞ് വീടുകളുള്ള സ്ഥലത്ത് രാത്രി അധികം കറക്കം വേണ്ട കേട്ടല്ലോ. എന്താ ചേട്ടന്റെ പേര്? ജംബു. ജന്തു ചേട്ടൻ എന്താ ജോലി? കച്ചവടാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വിൽക്കും. സാധനങ്ങൾ എന്ന് പറയുമ്പോ ഈ ഏലവും കുരുമുളകൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ വിൽക്കും. ഓ, മോഷണം ആണല്ലേ? ചില തെണ്ടികൾ അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നു. ഏറുമാടത്തിന്റെ മുകളിലാന്ന് കരുതി സമാധാനിക്കണ്ട, പുലിമരത്തേലും കേറും. അത് പകുതി കയറുള്ളൂ. പുലിമുരുക ഞങ്ങളും കണ്ടാണ്. ചേട്ടൻ ചെല്ലി. മിസ്റ്റർ ജംബു, ഇവിടെ കക്കൂസ. അയ്യോ മണ്ടന്മാര്. കക്കൂസ് എടുത്ത കോമഡിയാ. കാട്ടിലെ ഫ്ലാറ്റ്. എന്നാണ് കളിക്കുന്നത്? പുല്ലിലേക്ക് പുല്ല്. ഒന്നൊന്നര ഐഡിയ പോയി. വിശന്നിട്ട് കണ്ണും കാണില്ല, എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും. ഉറപ്പടത്തിന് കയറിയ മാതിരി എനിക്ക് തോന്നി. ഈ ആടിന്റെ വായു വല്ലതും തിരികെ കയറ്റണ്ട. നാശം. വെറുതെ പല്ലോടത്തു കൂടി പോണ പുലിനെ പ്രലോഭിപ്പിച്ച് വിളിക്കുകയാണ്. വാന്നും പറഞ്ഞു. നാളെ ദിനം ചുട്ടു തിന്നാലോ? പുലിയായിരിക്കോ? ഒന്നോ പുലി വന്നാൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ തോക്കില്ലേ? തോക്കുണ്ട്. ഇത് വെച്ച് ഉന്ന നോക്കി വെടിവെക്കാൻ അറിയോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എൻ്റെ അപ്പൻ നല്ല ഒന്നാം തരം വെടിവെപ്പുകാരനായിരുന്നു. അതിപ്പോ ആർക്കറിയാൻ പാടുള്ളത്? അതായിട്ട് ഇവിടെ ഇറങ്ങിയ നല്ല അടി കിട്ടോ. വെടിവെപ്പുകാരൻ്റെ പുലീനും കൊന്ന് വിഗ്രഹം അടിച്ചു മറ്റേ എങ്ങനെ സ്കൂട്ടാവുന്നുള്ളത് പറയും. പല ഗ്രാഫിക്സ് ആയിരുന്നെങ്കിൽ കൊല്ലാൻ സുഖമായിരുന്നു. എവിടെ കിട്ടും? എന്ത്? നീ ഇപ്പൊ പറഞ്ഞ പുലിയെ കൊല്ലണ ഗ്രാഫിക്സ്? ഓ കോസ്റ്റ്ലി ആണല്ലേ? എന്നാ വേണ്ട, അത് വള്ളിയോ? തൂക്കിനെന്താണ് ഈ വള്ളി? എനിക്ക് നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. നീ ഒന്ന് വിളിയടാ ജംബു. ഇനി പുലിയെ പിടിച്ചെങ്ങനെ മുങ്ങിക്കാണൂ. ഛേ, നീ ഒന്ന് വിളിക്കേ. അതെ ഇവിടെ ഇവിടെ ഇങ്ങനെന്താ നാട്ടുകാരും കൂട്ടി വേഗം താഴേക്ക് ഇറങ്ങി വാ. എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുക. പുലി ഇറങ്ങിണ്ടാവോ? എന്തായാലും പോയി നോക്കാം. പിലേ ഒന്ന് എളുപ്പം ഇറങ്ങി കുളിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഓ ദാ, ഇതാണ് കുരുതിമലക്കാവ്. ഈ നാടിന്റെ രക്ഷയും ശക്തിയുമൊക്കെ ഈ കാവാണ്. അവരെത്തി കേട്ടോ. ഇവിടെ എല്ലാരും കാത്തിരിക്കായിരുന്നു. ഇവിടെ ഏതാ പ്രതിഷ്ഠ? ഇവിടുത്തെ തേവരുടെ വിഗ്രഹം പുരാതന കാലത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ തേവരുടെ ശക്തി കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അല്ല, എന്താ അതിന്റെ ഒരു ഒന്നുമില്ല. ഈ ഇത്രയും പുരാതനമായ വിഗ്രഹം എങ്ങനെയാ കള്ളന്മാർ കൊണ്ടുപോകാതെ നോക്കുന്നത്? അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. അതെ അതെ, തേവരുടെ വിഗ്രഹം അങ്ങനെയൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഉഗ്രവിഷമുള്ള കരിമൂർക്കന്മാരാ തേവർക്ക് കാവൽ. കൂടി വരികയാണല്ലോ. തേവരെ, നമുക്ക് അങ്ങോട്ടേക്ക്. ഇനി ഈ പീഠത്തിലേക്ക് കയറി നിന്നോളുക 3 ആളും. അല്ല, അതിന്റെ പേടിക്കട്ട, കേറിക്കോളൂ. ചെറിയൊരു രക്ഷാപൂജ. അപകടം പിടിച്ച പണിക്ക് വന്നത്. അത്രേ ഉള്ളൂ. കേറി. ഓക്കെ. അയ്യോ, ചെരുപ്പ് പാടില്ല.
ആ ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളുക. കൂടെ പോന്നേക്കണേ. ഞങ്ങൾ കൊണ്ടുപോകും, സിറ്റിയിലേക്ക് വരണം. നീ അത് കണ്ടോ? ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രം കണ്ടാ മതി. അതല്ലടാ, അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട്. ഹായ്, ആപ്പിളും പഴം മുറിക്കാൻ കത്തിയുണ്ടല്ലോ. നമസ്കാരം. കൈ നീട്ടു. ഓ, ഇത്തിരി ഭസ്മം തേച്ചാ മതി. അടുത്ത ആള് കൈ നീട്ടാ. ഞാനോ? ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, വെറുതെ കത്യാശുദ്ധമാക്കണ്ട. തേവർക്ക് ജാതി മത ഭേദമൊന്നുമില്ല. ആ കൈ അങ്ങോട്ട് നീട്ടുക, നീട്ടിക്കോളൂ. കൈ നീട്ടുക. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാൻ നിരീശ്വരവാദിയാ. ഇല്ലാട്ടാ പൂജാരി ചേട്ടാ, ഇവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോണ നല്ല കട്ട വിശ്വാസിയാ. വെള്ളം മുറിക്കുക, കൈ നീട്ടുക. വെള്ളം പിടിക്കരുത്, ചോര കൂടുതൽ പോവും. മുറിക്കുക, മുറിച്ചോളാം. ഇനി ആ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തിക്കോളൂ. ഗോപി ഗോപി. തിരുമേനി വല്ലാത്ത രക്ഷയിപ്പോയി മെമ്പറെ. വിഷമിക്കണ്ട, രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ആ ഞാൻ അങ്ങോട്ട് പോട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേട്ടായി? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരം കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവ് എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോൾ അതിലയാളുടെ ഗർഭിണിയായി ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാണ്. അപ്പൊ ശരി ബീലി, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്ക്. ദേ ഞാൻ ഇതുവഴി അങ്ങ് പോവുക. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി വലത്തോട്ട് തിരിഞ്ഞാലേ. അതെ, അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ വരൂ? എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ആയിക്കോട്ടെ. ശരി. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 എണ്ണം പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല എന്ത് വെണ്ണീറാവൂന്ന്. വിശന്നിട്ട് വയ്യ, വയറ് കത്തിക്കാണ്. ഒന്ന് അടങ്ങടാ. ആടാ ഒരു മിനിറ്റ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നീ യൂട്യൂബ് പെട്ടെന്ന് വിളിക്കും. എന്ത് കിട്ടുമെന്നറിയാലോ. എന്നാൽ നിങ്ങൾ ചായക്കടയിൽ കിട്ടും. ഞാൻ യൂട്യൂബ് പെണ്ണെ വിളിച്ചിട്ട് വരാം. ഫുൾ ഡീറ്റെയിൽസ് പറയണേ. അല്ലേ? പിന്നെ ഈ തൂക്കം നോക്കാതെ വില പറയാൻ പറ്റുമോ? യൂട്യൂബ് പെട്ടെന്ന് പറ്റുമോ? അങ്ങനെയാണ്. ഓക്കെ. സംഭവം ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇച്ചിരി റിസ്ക്കാ, ടൈം എടുക്കും.
അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന്. എത്ര കിട്ടുമെന്ന് പറ. സത്യം ഉറപ്പല്ലേ? അവസാനം വാക്ക് മാറ്റരുത്. ആ ഓക്കെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഈ ഫോൺ ബൂത്തൊക്കെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് വലിയ പാടാ. ഇതാരും രേവതി കൊച്ചാ? ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, കഥകളിക്ക് പോവാ. വീട്ടിക്ക്. ചേട്ടാ, തേൻ മിഠായി. ദിവസവും ഇതിങ്ങനെ കഴിച്ചാലേ ചെറുപ്രായത്തിൽ വല്ല ഷുഗറും വരും കൊച്ചേ. ചേട്ടന് ഷുഗർ വന്നത് മിഠായി വെച്ചിട്ടാണോ? നിന്നോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ചേട്ടൻ മിഠായി എടുത്തേ. ഒരെണ്ണം ഞാൻ എടുക്കണ്ടേ? കൊള്ളാം, എനിക്കങ്ങോട്ട് ഇഷ്ടായിരിക്കണു. അയ്യോ ചേട്ടാ, ജീപ്പ് വന്നു, വേഗം തായോ. ആ ചെക്കനെന്താ നിന്നെ കണ്ടപ്പോ ഇളക്കം? അത് കിട്ടേണ്ടത് കിട്ടുമ്പോ തീർന്നോളൂ. പോടാ. ചീറ്റിപ്പോയില്ലേ? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ? എന്തായി, ഇട്ടുപെട്ടിന് കിട്ടിയ? സാധനം കിട്ടിയെന്ന് അപ്പൊ തന്നെ ക്യാഷ് റെഡിയാണെന്നാ പറഞ്ഞത്. എത്ര കിട്ടുന്നെങ്ങാനും പറഞ്ഞോ? 5 ലക്ഷം. No, crores. 5 crores. അതെ, ഈ വാറ്റ് വാങ്ങണ പേരും പറഞ്ഞുള്ള ഈ വരവ് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളാന്ന് വിചാരിക്കണ്ട കേട്ടാ. രണ്ടും ലഹരിയാണല്ലോ. ഈ കൊച്ചിനെ കിണറിന്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുത്തിട്ട് ആ തള്ളിത് എവിടെ പോയി കിടക്കണം? തള്ളയല്ല, അന്നിട്ട. അതല്ല, മറ്റേ തള്ളയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താടാ കൊച്ചിനെ പുലിക്കെട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ട. ഒന്നും പറ്റിയില്ല. എന്താ എന്താ? ഒന്നുമില്ല. പുല്ലാണെന്ന് മനസ്സിലായില്ലേ? പട്ടി പോലെ കിടക്കണേണ്ടല്ലേ? കൊള്ളാം, മിടുക്കന്മാർ. ഇത്രയും പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും കൊല്ലായിരുന്നില്ല മക്കളെ ആ ദുഷ്ടനെ. എന്റെ മകനെ കടിച്ചു കീറിയവൻ ചത്തു കിടക്കുന്ന കണ്ടിരുന്നെങ്കിൽ സന്തോഷായനെ എനിക്ക്.
എന്നാ സാറേ ഇത് എന്നതാണല്ലോ ഒരു പുലിയെ പിടിച്ചില്ലേ ഇനി ഫോറസ്റ്റുകാർ എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യട്ടെ. എന്തായാലും ഇവർക്കൊരു ഗംഭീര വിരുന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിരുന്നൊക്കെ കൊടുക്കാം. അതിനുമുമ്പ് നമ്മൾ അവരോട് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. അച്ചോ, ഇത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. ഞങ്ങൾക്ക് ഈ കാശ് വേണ്ടച്ചോ. ഞങ്ങൾക്ക് മൂന്നാൾക്കും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇവിടെ വന്നപ്പോൾ ജീവിതത്തിൽ ആരൊക്കെ ഉള്ള പോലെ ഒരു തോന്നല്. ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. കഴിയുമെങ്കിൽ ഞങ്ങളെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കണം. ഇവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ നിന്നോളാം. അല്ല അതിപ്പോ മെമ്പറെ എന്നാ പിന്നെ ഇവരിവിടെ നിന്നോട്ടെ അല്ലേ അച്ചോ? അതെ, അതാ എനിക്ക് തോന്നുന്നു. അതാ അതിന്റെ ഒരു ശരി. അപ്പോ ഇനി വേട്ടക്കാരെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ അല്ലേ? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ദേ വിക്ടറിന്റെ പുറമ്പോക്കിലുള്ള സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം. എന്താ വിക്ടറെ? അതവൻ ആർക്കും വിട്ടുകൊടുക്കാത്ത പെണ്ണാ. അച്ചോ, ഇവർക്ക് താമസിക്കാനാണെങ്കിൽ സന്തോഷമുള്ള എനിക്ക്. അവനും ഓക്കെ. എന്നാ പിന്നെ വേറൊന്നും നോക്കാനില്ല. ഇന്ന് മുതൽ ഇവരും നമ്മുടെ നാട്ടുകാരാ. പൈസ 1-2 5 ലക്ഷം 5 lakhs. ചേട്ടായിക്ക് വേണ്ടെങ്കിൽ അത് പറ, ഞങ്ങൾ മേടിച്ചോളാം. ഞങ്ങൾക്ക് കാശ് വേണം. എടാ കഴുതകളെ, ഇപ്പം നമ്മൾ ആ 5 ലക്ഷം വാങ്ങിച്ചാൽ ഈ നിമിഷം നമ്മൾ ഇവിടുന്ന് ചുരം ഇറങ്ങേണ്ടി വരും. ഇതാ പറഞ്ഞത്, നിനക്കൊന്നും ഇല്ലെന്ന്. എടാ, വെറും 5 ലക്ഷം രൂപയ്ക്ക് 5 കോടി രൂപ വിലയുള്ള തേവരെ ഉപേക്ഷിച്ചാൽ തേവര് കോപിക്കില്ലേ? 5 ലക്ഷം വേണോ 5 കോടി വേണോ? 5 കോടി 5 ലക്ഷം. വെറുതെ അല്ല ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കണേ. ഒടുക്കത്തെ ബുദ്ധിയല്ലേ എന്റെ ചേട്ടായി, സമ്മതിച്ച് കൊള്ളാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് തേവരെയും കൊണ്ടേ പോവും. ഞാനാദ്യം പേടിച്ചേ. ഈ സമാധാനമായിട്ടൊന്ന് മൂത്രം വയ്ക്കട്ടെ. നീ ധൈര്യമായിട്ട് പെടുക്കടാ. ഞാനും വരാം ഒരു കമ്പനി. ഇവരുണ്ടോ? സമാധാനമൊത്ത. ഹലോ, നിങ്ങൾ ഇവിടെ നിൽക്കണ? നിങ്ങളെ തപ്പി കവലെ പോലീസുകാർ വന്നേക്കണം. അങ്ങോട്ട് ചെല്ലേ. സാറേ, അവരെത്തി. അവരെത്തി. ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഇതാരടാ പീലി? ഞാനാ സാറേ. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയതാ. കേസാക്കരുത്. ഈ പുലിയെ പിടിച്ചത് കേസാവെന്ന് പേടിച്ചിട്ടാ. ഈ വന്യജീവി നിയമപ്രകാരം പിടിച്ച് അകത്താകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ പിടിച്ചത് പുലിയല്ലേ, അല്ലാതെ പശുവിനൊന്നുമല്ലല്ലോ. അയ്യോ സാറേ, പശുവിനെ ഞങ്ങൾ തൊടാറില്ല. ഇവന് പശു എന്ന് പറഞ്ഞ അമ്മേനെ പോലെയാണ്. അപ്പൊ നിനക്കാ? എന്റെ ഫാമിലി മൊത്തം ഗോഭക്തരാണ്. അച്ഛൻ ഗോപാലൻ, അമ്മ ഗോമതി, ചേട്ടൻ ഓമനക്കുട്ടൻ. ഗോമനക്കുട്ടെന്നാണോ? താങ്ക് യു. എന്തായാലും ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അനുമോദിക്കാൻ വന്നതാണ്. ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ ഭീകരനെ ജീവനോടെ പിടികൂടിയ നിങ്ങൾ മിടുക്കന്മാരാ. മിടുക്കന്മാർ. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു സെൽഫി എടുക്കണം. എന്റെ ഭാര്യ മക്കളും വേട്ടക്കാരും ഇതുവരെ കണ്ടിട്ടില്ല. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ എല്ലാവരും ചിരിച്ചേ. സൂപ്പർ ആയിട്ടുണ്ട്. ജിമ്മി കാട്ടിലോട്ട് രക്ഷപ്പെട്ടു. ജിമ്മിയാ? അത് ഞാനല്ലേ? അയ്യോ, ജംബു കാട്ടിലോട്ട് രക്ഷപ്പെട്ടു. ഇത്രയും നാളാ നശിച്ച പുലിയുടെ പേരും പറഞ്ഞ് അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. ഇനി അതുണ്ടാവില്ല. അവനോട് പറഞ്ഞേക്ക് ഈ SI ജിമ്മി മൈക്കിൾ ആരാണെന്ന് ഞാൻ അറിയിച്ചിരിക്കും. കള്ളന്മാരെന്ന് കേട്ടാ എനിക്ക് കൺട്രോൾ പോവും. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പാ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ ഞാനും എന്റെ സേനയും ഏത് നിമിഷവും നിങ്ങൾ സഹായം കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കേട്ടറിവിനേക്കാൾ വലുതാണ് ജിമ്മി മൈക്കിൾ എന്ന സത്യം. എടഞ്ഞാൽ SI സാർ നരസിംഹമാണ്, ക്രിമിനലുകൾക്ക് അന്തകൻ. ആ തള്ളുകളല്ല, ചെന്ന് ജീപ്പാണല്ലോ, സെൽഫ് എടുക്കുന്നില്ല. നിങ്ങളൊന്ന് സഹായിക്കണം. ചായ ആ തെണ്ടിക്കനെ കൊടുത്ത് മനുഷ്യന്റെ അണ്ണാക്കൊരു പുള്ളി പോയിരുന്നേ. എല്ലാരും മറിക്കും. ആരുടെ സഹായം വേണ്ട. ഓക്കെ.
അതെ അറിഞ്ഞില്ലേ? അനിതേ പോലീസ് നോക്കി ആരോ ഒറ്റിയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ അടിവാരത്തെ ബീവറേജ് അല്ലാണ്ട് എന്താക്കാനാ അല്ലേ? സംഗതി ഓള് ചെയ്തത് തെറ്റാണെങ്കിലും ആ കുട്ടിയുടെയും വയസ്സായ തള്ളയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ എന്തേലും ഒന്ന് ചെയ്യണം. ഈ വക കേസൊന്നും മെമ്പറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെമ്പർ മുങ്ങും. മുങ്ങിയാൽ എന്നാ തെറ്റ്? കർഷക സമരം നടത്തിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. സംഗതിയേ വാറ്റ് കേസാ. തൊട്ടാലേ തൊട്ടവൻ നാറും. ഓ, അവളുണ്ടാക്കി തന്ന വാറ്റ് മോന്തുമ്പം ആർക്കും ഈ നാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തനിക്ക് ഇത്ര തന്നെ താനം കൂടി ഒന്ന് ഇറക്കടൂ. ഇറക്കട ഇറക്കൂ. അനക്ക് കാണണം. ഇറക്കം ചെയ്യും. തന്റെ മുന്നിൽ കൂടി അവളെ കൊണ്ടുവരികയും ചെയ്യും. അല്ലേ ഏട്ടായി? ഇത് ഞങ്ങളെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. വാ ബായ്. അങ്ങോട്ട് വരെ നമ്മളെ ഹോൾഡ് എന്താന്ന് കാണിച്ചു. അല്ല ഞാൻ നിൽക്കണോ ചേട്ടാ? വേണ്ട വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല. പൊയ്ക്കോ. കുറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയൊരു ഫീലിംഗ് അല്ലേ? അനിത ചേച്ചിനെ ഇറക്കാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ പിടിച്ചെത്തിടോ. നിങ്ങൾ രണ്ടാളും കൂടെ ഇറക്കുന്നു പറഞ്ഞ് വെല്ലു വിളിച്ചത്. ചെല്ലടാ, ചെന്നിറക്കടാ. ബായ്, എനിക്കൊരു ഐഡിയ. ബായ് മുണ്ടും മടക്കി കുത്തി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. അനിത ചേച്ചിന്റെ കൈ പിടിക്കുന്നു. സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നു. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. തൽക്കാലം ഇപ്പോൾ ഉള്ള ഹീറോയിസവും നായക പരിവേഷവും കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. വെറുതെ ഒരു ഐഡിയ പറഞ്ഞ് എന്നെ കഞ്ഞി പാറ്റിയിട്ടല്ലേ. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് വാ. സാർ താനോ? അല്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്ന. സോറി, ഒരു സഹായമായിട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 3 സഹായം ചോദിച്ചാലേ എനിക്കൊരു ത്രില്ലുള്ളൂ. ഇപ്പൊ സാർ ഒന്ന് ഏറ്റി രണ്ടെണ്ണം പിന്നെ ചെയ്താൽ മതി. എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അത് ഇരിക്കുന്ന അനിതയെ കേസിൽ നിന്ന് ഒഴിവാക്കി സാറ് വെറുതെ വിടണം പ്ലീസ്. എങ്ങനെയെങ്കിലും. അയ്യോ അയ്യോ, പറ്റൂലടാ. അതാടാ, ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറാൻ പറ്റുന്ന കേസാ. അത് മാത്രം നടക്കൂല. പറ്റൂലാഞ്ഞിട്ടാണ്ടാ. ഒന്നും തോന്നരുത്. സാറ് വിചാരിച്ചാൽ നടക്കും. ഒരു പിഞ്ചു കുഞ്ഞും പ്രായമായ സുഖമില്ലാത്തൊരമ്മയും അവളെ ആശ്രയിച്ച ജീവിക്കുന്നത്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇനി ഇമാതിരി പരിപാടിക്ക് പോകൂലെന്ന് അവളെ കണ്ട് എഴുതി ഒപ്പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോ. ശരി സാർ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. കേട്ടല്ലോ, പുലിപ്പീലി പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് വെറുതെ വിടാ. ഇനി ഇത് ആവർത്തിച്ചാൽ SI ജിമ്മിക്ക് കമൽ ജിമ്മി മൈക്കിൾ ആരാണെന്ന് നീ അറിയും. എന്താ ഇത് ബിലു? എന്ത് ഇത്? എങ്ങനെ വന്നത്? ഓട്ടോയ്ക്ക് വന്നത്. എന്നിട്ട് ഓട്ടോ വിട്ടോ? വിട്ടു. എന്നാ ജീപ്പി പോയിക്കോ. അപ്പൊ സാറ്? ഞാൻ നടന്നു പോയിക്കോളാം. 8 കിലോമീറ്ററല്ലേ ഉള്ളൂ. പോയിക്കോ പോയിക്കോ. കോയക്കാ പറ്റില്ലെഴുതിക്കോ. ശരി. ഈ വണ്ടി സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ പറഞ്ഞിട്ട് അപ്പൊ ശരി സാറേ. ഓക്കെ ഫോറസ്റ്റുകള് ഫ്ലാറ്റായി പോയി. ഇവിടെ ഞങ്ങളെ വെല്ലുവിളിച്ച ചെലവന്മാരുണ്ടായല്ല. മനസ്സിലായടാ പോലീസിലെ പീലയുടെ ഹോൾഡ്. ഇനി ഇവിടെ ആര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങള് പുല്ല് പോലെ ഇറക്കി. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? വീട്ടിൽ പോ. ഒന്നും കൊടുക്കണോ? വേണ്ട, ചത്തു. പള്ളിപണിയാണല്ലോ. വലിയ ബക്കറ്റിലെടുക്ക്.
നിങ്ങൾ നടങ്ങേ എങ്ങനെയാ ഇത് സംഭവിച്ചേ? ഒന്നും അറിയില്ല ചോ. ഈ സതീഷിന് ആദ്യം തീ ആളി കത്തുന്ന വിവരം പറഞ്ഞ് അപ്പൊ തന്നെ കപ്പിയാര് വിളിച്ച് മണിയടിക്കാനും പറഞ്ഞു. ഞാൻ കൂപ്പിൽ തടികയറ്റി വിട്ടിരുന്ന വഴിയാ. അപ്പോഴവിടെ തീയാളി കത്തണുണ്ട്. എന്റെ സംശയം ഇതൊരു മോഷണ ശ്രമമാണെന്ന്. അല്ല, നിനക്കിത് ഇപ്പൊ ആരാന്നാ? അങ്ങനെ ചോദിച്ചാ നാട്ടുകാരല്ലാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അകത്ത് തീ ഒരു വിധം ഉണച്ചു. എന്തായാലും മോഷണ ശ്രമമൊന്നുമല്ല, എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആയതാ. പിന്നെ ആ ഷെൽഫിലിരുന്ന കാശ് മുഴുവൻ കത്തിപ്പോയി. ഞാൻ ഈ നാട്ടുകാർക്കൊക്കെ എന്ത് സമാധാനം പറയും? അയ്യോ ഈശ്വര, ഞാനിത് എവിടെ ചെന്നു? പരിഹാരം ഉണ്ടാക്കാൻ സാറേ. ഹലോ, എല്ലാരും കൂടെ ജാഥയായിട്ട് എങ്ങോട്ടാ? ദാണ്ടേ തടയണേലൊരു ശവം. ശവം? മെമ്പറേ, ബോഡി ഇങ്ങനെ കിടന്ന പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ചീർത്തോടിയിട്ടുണ്ട്. അതിനിപ്പോ ആരാ എന്നാന്ന് അറിയണമെങ്കിൽ ആദ്യം ബോഡി കരക്ക് എത്തിക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാച്ചോ? പറഞ്ഞിട്ട് ആരെങ്കിലും കൂട്ടാക്കട്ടെ? എല്ലാവർക്കും പേടിയാ. സാറ് വിചാരിച്ച ബോഡി എടുക്കാൻ എന്തെങ്കിലും. അതെ, എന്റെ ഈ സ്റ്റേഷനല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതുവരെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അണ്ടിപ്പിൽക്കാവ് സ്റ്റേഷനാ. ഞാനിത് ചെയ്യാനാണ്. അച്ചോ, ഞാൻ ഇറങ്ങാം. ഒന്നുമില്ലേലും ഒരു മനുഷ്യനല്ലേ കിടക്കുന്നത്. അതെ, വെള്ളത്തിൽ കിടന്ന് കുറച്ച് ചീർത്തെങ്കിലും മനുഷ്യൻ തന്നെയാണ് അല്ലേ? അറിയില്ലേ? പുലിപ്പീലി മിടുക്കൻ. എന്നാ വേഗം ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞാനിവിടെ വരാം. നന്നായി, അത് വളരെ നന്നായി. അവിടത്തോളം വരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് പോവല്ല. തെന്നലേ സൈഡിൽ നല്ല ഒഴുക്കുണ്ട്. അയ്യോ, എന്നാലും നിങ്ങൾ പോലീസായിട്ട് കുഴപ്പമില്ല. ജംബുവാ. പുലി പിടിച്ചതാ. നിങ്ങൾ കയറ് വലിച്ചു പിടിക്കേ. ബോഡിയിൽ കിട്ടാം. വലിച്ചോ. ടൈറ്റ് ആക്കിക്കോ. ഓക്കെയാലോ? നീങ്ങനെ ഭായിയുടെ മൊത്തം പിടുത്തം വിട്ട് പോണ ലക്ഷണം. മെമ്പറേ, ഇന്നലത്തെ ബാങ്കിന്റെ തീപിടുത്തവും ഇപ്പൊ ജംബുവിന്റെ മരണവും രണ്ടും കൂടി ആവുമ്പോ മനസ്സിൽ വല്ലാത്തൊരു പേടി. അയ്യോ, എന്റെ പൊന്നു വാസു, ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പുലി ഏതായാലും നടന്നു വന്നു ബാങ്കിന് തീ വെക്കാനൊന്നും പോകുന്നില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞില്ലേ 2 എണ്ണം ഉണ്ടെന്ന്? അതാണ് എല്ലാ സ്ഥലത്തും പുലിനെ കാണുന്നത്. ഇനിയിപ്പോ എന്താ ഒരു വഴി വെച്ചോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ പൊന്നു പീലി, എങ്ങനെയെങ്കിലും ഈ പുലിയെ കൊടുന്നു പിടിക്കും. അച്ഛൻ ഇനി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ചക്കിയിട്ടപ്പോ ഒരു മൊയിലെത്തു നേരിച്ച് എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. അച്ഛൻ വേറെ ആമ്പിള്ളേരെ കിട്ടും നോക്ക്, അല്ലെങ്കിൽ കുരുതി മലക്കാവിൽ ഇനിയും കുരുതി അടക്കും. പുലിയെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഈ കുരുതിമലക്കാവിൽ ഇനി പുലി കാരണം ഒരാളുടെ ജീവനും പോവില്ല. ഇത് ഫിലിപ്പോസിന്റെ വാക്കാ. നമ്മൾ അങ്ങോട്ടല്ലേ പോണ്ടേ? തിരിഞ്ഞു കഴിഞ്ഞ 5 പൂട്ടാ നേരെ നടക്കും.